എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ണൂർ സ്റ്റൈലിലൊക്കെ നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി കിണ്ണത്തറോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പിയും നല്ല സ്പൈസിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കിണ്ണത്തറോട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോളം വരുന്ന പച്ചരി നന്നായിട്ട് കഴുകി 8 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. ഒരുപാട് വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം അങ്ങോട്ട് കളഞ്ഞെടുത്താൽ മതി. ഇനി ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അളവ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അളവ് കപ്പിൽ അളന്നെടുത്താലും മതി. അപ്പോൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു പച്ചരിയിലോട്ട് ഇനി നമുക്ക് ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ നമ്മൾ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വേവിച്ചെടുത്തിട്ടുള്ള ചോറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ അരിയെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെറിയ മിക്സിയുടെ ജാറായത് കാരണം ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. നമുക്ക് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് കട്ടിയിലിരിക്കാനും പാടില്ല. ഏകദേശം നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവൊക്കെ കേട്ടോ. കറക്റ്റ് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തിലങ്ങ് ആക്കിയെടുത്താൽ മതി. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ടും അതേപോലെ ഈ ഒരു പാത്രത്തിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ടും നന്നായിട്ട് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇതുപോലുള്ളൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഞാൻ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു റിങ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ തടവി എടുത്തിട്ടുള്ള ആ ഒരു പാത്രം ഇതുപോലെ ആ ഒരു റിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിൻ്റെ അരഭാഗത്തോളം നമുക്ക് മാവ് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ ഒരു പാത്രം മറ്റെന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീമറിൻ്റെ അടപ്പിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 20 മിനിറ്റ് അത്രത്തോളം നന്നായിട്ട് ഈ ഒരു അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വെടിവെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചൂട് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കത്തി വെച്ചിട്ട് പതുക്കെ ഈ ഒരു സൈഡ് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, എങ്കിലും നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല രീതിയിലുള്ള അപ്പാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു അപ്പം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മസാലയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ വെറുങ്ങനെ ചൂടോടുകൂടി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. രാവിലത്തേത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ചൂടാറിയതിന് ശേഷം കത്തി വെച്ചിട്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് വിടിവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 3 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാല എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. നമ്മുടെ ആ ഒരു സ്നാക്കിനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം. ആ ഒരു രീതിയിൽ ഇച്ചിരി കട്ടിക്കാണ് കേട്ടോ നമ്മുടെ മസാല വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു പരുവം കേട്ടോ. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ടൈറ്റും അല്ല. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതിൽ പതുക്കെ നന്നായിട്ട് അങ്ങോട്ട് ഈ ഒരു മസാലയിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇതിലോട്ട് ഇടുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ പീസ് ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കോട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും ആ ഒരു മസാലയിൽ കോട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. ഒരുപാട് അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ ഇടണ്ട, പെട്ടെന്ന് അങ്ങോട്ട് എണ്ണ കുടിക്കും. അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും പതുക്കെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. പിന്നെ എണ്ണ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള കിണ്ണത്തറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് എരിവ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല പുരട്ടുന്നതിന് മുന്നേ ആ ഒരു രീതിയിൽ ചെയ്തല്ലോ, അങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.